ഞാനുണ്ടല്ലോ ഒന്ന് ഹീറ്റ്ലെസ് കേൾസ് ട്രൈ ചെയ്യാമെന്ന് ഓർത്തായിരുന്നേ. ഹീറ്റ്ലെസ് കേൾസ് നമ്മൾ ഹീറ്റില്ലാതെ കേൾ ചെയ്യുക, അത് തന്നെയാണല്ലോ ഹീറ്റ്ലെസ് കേൾസ്. അപ്പം ഞാനിങ്ങനെ കോളേജിൽ പോകുന്നതിൻ്റെ തലേദിവസം ചെയ്തതാണ് കേട്ടോ. ശരിക്കും രാത്രി എടുത്ത വീഡിയോ ആണ് ഇത്. ഞാൻ നമ്മുടെ ഈ ബാൻഡ് ഉണ്ടല്ലോ, ഈ ബാൻഡ് വെച്ചിട്ട് ഈ ട്രൈ ചെയ്തത് ഞാൻ അങ്ങനെ. എനിക്കിപ്പം നമ്മളിപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാമെന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടായിരുന്ന സാധനം വെച്ചിട്ട് ഞാനിത് ഇവിടെ ഒരു ജപ്പാൻ കടയുണ്ട്, ഡൈസോ എന്ന് പറയും കേട്ടോ, അവിടെ നിന്ന് മേടിച്ചതാണേ. ഇതിങ്ങനെ എൻ്റെ മുടി എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എൻ്റെ മുടി ഇപ്പോൾ ആകെ 4-3-7 ഇങ്ങനെ കയ്യിലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ. അത്രയും ശോഷിച്ചു പോയി എൻ്റെ മുടി. ഇനിയിപ്പോൾ എനിക്കിതെല്ലാം തിരിച്ചെടുക്കണോ, ഹെയർ കെയർ റുട്ടീനൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ ഈ കൺസിസ്റ്റൻസി അധികം കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എൻ്റെ കൺസിസ്റ്റൻസി കീ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ പനി, അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ ജോലി തിരക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് എന്തെങ്കിലും കൊണ്ടുപോകും. ഞാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും. എക്സ്ക്യൂസസ് ആണ് എൻ്റെ കീ കൊണ്ടുപോകാറ് മോസ്റ്റ്ലി. അതുകൊണ്ട് തന്നെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മുടിയുടെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ തന്നെ എൻ്റെ മുടി ഇപ്പോൾ വിൻ്റർ ആയതിനു ശേഷം ഒരുപാട് കുറഞ്ഞു പോയി. എന്താ ഇപ്പം 4-3-7 മുടി എണ്ണി വെച്ച് മുടി ചുറ്റി വെച്ച പോലെയാണ് ഇതിരിക്കണേ. എന്നിട്ട് മുടി പകുതിയാണെങ്കിൽ കൊഴിഞ്ഞു പോയി. ഇവള് പറയണ കേൾക്കുക, തലയിലൊഴികെ ബാക്കി എല്ലായിടത്തും മുടിയുണ്ട്. അത്ര കഷ്ടമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാർപ്പറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നിടത്ത് എല്ലായിടത്തും മുടിയാണ്, പക്ഷെ തലയിൽ മാത്രം മുടിയില്ല. ഇങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഉറങ്ങി എണീറ്റു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത്. പല്ല് പോലെ നീക്കാതെ വന്ന് വീഡിയോ എടുത്തതാണ് ഇത്. നേരെ എണീറ്റു വന്നു, വെട്ടത്ത് വന്നിരുന്നത്. ഇത്രയും കേൾസൊക്കെ കിട്ടി, അത്യാവശ്യം കേൾസ് കിട്ടി. പക്ഷെ എനിക്ക് പിന്നെ ക്ലാസ്സിന് ഇങ്ങനെ പോകാൻ പറ്റില്ല, മുടി ചീവാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ സാധാരണ ചെയ്യാറെന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ ഹെയർ ടൈറ്റ് ചെയ്തിട്ട് ബൺ ചെയ്ത് കെട്ടി വെക്കുമ്പോൾ എനിക്ക് ഓൾറെഡി വേവി ആയിട്ട് ഇതുപോലെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയാണ് കേൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ശരി, ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.